ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമോ എന്ന് കൃത്യമായ നിലപാട് പറയുന്നുണ്ടെങ്കിൽ പോലും സർക്കാർ ഇപ്പോൾ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്ന 7 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അനിവാര്യ മതാചാരങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മതപണ്ഡിതരാണെന്നാണ് കൃത്യമായി സർക്കാർ അറിയിക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന ആവശ്യത്തിൽ പൊതു താല്പര്യമില്ല, അതായത് പൊതു താല്പര്യ ഹർജികൾ നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കുന്നു. പൊതു താല്പര്യ ഹർജിയിലൂടെ ഇത് തീരുമാനമെടുക്കാനുമാകില്ല. യുക്തിയുടെയോ വികാരത്തിന്റെയോ അടിസ്ഥാനത്തിലല്ല വിശ്വാസം പരിശോധിക്കേണ്ടത്, ആത്മാർത്ഥമായ വിശ്വാസം പുലർത്തുന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനാണ് പൊതു താല്പര്യ ഹർജി എന്ന് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മതവിഭാഗത്തിന്റെ ആഭ്യന്തര ആചാരങ്ങൾ പുറത്തു നിന്നുള്ളവർക്ക് ചോദ്യം ചെയ്യാനാകില്ല. മാത്രവുമല്ല, സ്ത്രീ പ്രവേശനം തടയുന്നത് ഗുരുതര മനുഷ്യാവകാശ ലംഘനമല്ല. നരബലി പോലെയുള്ള കടുത്ത മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ മാത്രം ഇടപെടാമെന്നാണ് കോടതി കൃത്യമായി പറയുന്നത്. ശ്യാം ദേവരാജ് ചേരുന്നുണ്ട്. ശ്യാം, VS സർക്കാരിന്റെ കാലത്തെ നിലപാട് ആവർത്തിക്കുന്നു, 7 ചോദ്യങ്ങൾക്ക് ഉത്തരവ് നൽകുന്നു. അപ്പോഴും സ്ത്രീ പ്രവേശനം ആകാമോ ഇല്ലയോ എന്നതിൽ കൃത്യമായ നിലപാട് പറയുന്നില്ലെങ്കിൽ പോലും നിലപാട് അറിയിക്കുന്നില്ല എന്ന് നമുക്ക് വിലയിരുത്താമെങ്കിലും മതപണ്ഡിതർ ഇതിൽ തീരുമാനമെടുക്കട്ടെ, വിശ്വാസികളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു നിലപാട് സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ സ്വീകരിക്കുകയാണല്ലേ? വിനിത വേണു, ഇതിൽ ഏറ്റവും പ്രധാനം ഭരണഘടന 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് മുന്നിലുള്ളത് 7 ചോദ്യങ്ങളാണ്. ആ 7 ഭരണഘടനാപരമായ ചോദ്യങ്ങൾക്കാണ് സർക്കാർ ഇതുവഴി ഉത്തരം നൽകുന്നത്. ഇതിൽ ശബരിമല എന്ന ഒരു കാര്യം പ്രത്യേകമായി സർക്കാർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ വാദങ്ങളുടെ 9 അംഗ ബെഞ്ചിലെ വാദങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഈ മുന്നോട്ട് വെച്ച വാദങ്ങളായിരിക്കും പിന്നീട് ഇത് 5 അംഗ ബെഞ്ചിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും സ്ത്രീ പ്രവേശനത്തെ വിഷയത്തെ എതിർക്കാനുള്ള അടിസ്ഥാന ചില അല്ലെങ്കിൽ ആധാരമായ വാദങ്ങളായി കണക്കാക്കാൻ കഴിയുക. അത്തരം ഒരു അടിസ്ഥാനം പാകുക അല്ലെങ്കിൽ അടിസ്ഥാനം സൃഷ്ടിക്കുക എന്നതാണ് ഈ 9 അംഗ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ഈ സത്യവാങ്മൂലത്തിലൂടെ ശ്രമിക്കുന്നത്. ഇതിൽ സർക്കാർ പരോക്ഷമായി പറഞ്ഞു വയ്ക്കുന്നത് സ്ത്രീ പ്രവേശനം എന്നത്, ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്നത് അതൊരു ഗുരുതര മനുഷ്യാവകാശ ലംഘനം അല്ല എന്നതാണ്. മാത്രമല്ല, നരബലി പോലെയുള്ള കടുത്ത മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ മാത്രമാണ് കോടതികൾക്ക് ഇടപെടാൻ കഴിയുക. സ്ത്രീ പ്രവേശനം തടയുന്നത് ഒരു ഗുരുതര മനുഷ്യാവകാശ ലംഘനമല്ല. മാത്രമല്ല, ഇതൊരു അനിവാര്യ മതാചാരമാണോ എന്ന് പരിശോധിക്കുമ്പോൾ വിദഗ്ധ അഭിപ്രായം തേടണം. കോടതിയുടെ യുക്തിയോ ബൗദ്ധിക താല്പര്യമോ വെച്ചല്ല അതിൽ അഭിപ്രായം പറയേണ്ടത് അല്ലെങ്കിൽ കോടതി തീരുമാനമെടുക്കേണ്ടത്. ആദ്യം അഭിപ്രായം പറയേണ്ടത് മതപണ്ഡിതരാണ്. മതപണ്ഡിതരും സാമൂഹ്യ പരിഷ്കർത്താക്കളും സമുദായ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ അതത് മതങ്ങളിലുള്ള ആളുകളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചു വേണം കോടതി തീരുമാനമെടുക്കാൻ. മാത്രമല്ല, VS ഗവൺമെന്റ് 2007 നൽകിയ സത്യവാങ്മൂലത്തിലെ 4ാമത്തെ പാരഗ്രാഫിന്റെ ഖണ്ഡികയുടെ ചൂട് പിടിച്ചാണ് പിണറായി സർക്കാർ ഈ സത്യവാങ്മൂലം തയ്യാറാക്കുന്ന അല്ലെങ്കിൽ ഈ വാദം തയ്യാറാക്കുന്നത്. അനിവാര്യമായ മതാചാരങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മതപണ്ഡിതരാണ് എന്ന് സർക്കാർ വ്യക്തമാക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ പൊതു താല്പര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ വിശ്വാസ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സർക്കാർ പരാമർശിക്കുന്നത്? സ്വാഭാവികമായും ഭരണഘടനയുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് വിശ്വാസ സ്വാതന്ത്ര്യം എന്നാണ് സുപ്രീം കോടതിയിൽ നൽകിയ ഈ സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കുന്നത്. അനുച്ഛേദം 25(1) അനുസരിച്ച് ഓരോ പൗരനും അവരുടെ മനസാക്ഷിക്കുള്ള സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്നുണ്ട്. ഇതിൽ ചിന്താ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം എന്നിവ ഉൾപ്പെടുന്നു എന്ന് തികച്ചും ഭരണഘടനാപരമായ ഉത്തരമാണ് ആദ്യത്തെ 6 ചോദ്യങ്ങളിലൂടെ നൽകുന്നത്. 7ാമത്തെ ചോദ്യത്തിലാണ് സർക്കാർ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. മാത്രമല്ല, ഒരാൾ തിരഞ്ഞെടുത്ത മതം പ്രകടിപ്പിക്കാനുള്ള അവകാശം, അത്തരം കാര്യങ്ങളാണ് ആദ്യത്തെ ചോദ്യങ്ങളിലെല്ലാം നൽകുന്നത്. അത് പ്രത്യക്ഷത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ഒന്നല്ല, ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് ആ രീതിയിൽ ഉത്തരം നൽകുകയും ചെയ്യുന്നത്. പൗരന്മാർക്ക് ഇത്തരം വിശ്വാസം, ആരാധന തുടങ്ങിയവയ്ക്കെല്ലാം ഉള്ള സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതാണ് ഭരണഘടന അല്ലെങ്കിൽ ഭരണഘടനയുടെ മതസ്വാതന്ത്ര്യം. അത് ഭരണഘടനയുടെ ആമുഖവുമായി ചേർത്ത് വെക്കേണ്ട കാര്യമാണെന്ന് ഭരണഘടനാപരമായ ഒരു മറുപടിയാണ് അത്തരം ചോദ്യങ്ങൾ നൽകുന്നത്. പക്ഷേ അത് 7ാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായി വരുമ്പോൾ കൃത്യമായും ഇത് കടുത്ത മനുഷ്യാവകാശ ലംഘനം ഉണ്ടെങ്കിൽ, അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രമേ കോടതികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുള്ളൂ. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം ഒരു കടുത്ത മനുഷ്യാവകാശ ലംഘനമല്ല എന്നതാണ് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട്. കടുത്ത മനുഷ്യാവകാശ ലംഘനമല്ല എന്ന് പറയുമ്പോഴും തുല്യതയുടെ കാര്യത്തിൽ എന്താണ് സർക്കാർ നിലപാട് എന്നത് വ്യക്തമല്ല. യുവതീ പ്രവേശനം ആകാമോ അല്ലയോ എന്ന് കൃത്യമായി നിലപാട് പറയുന്നുമില്ല. അത്തരം ചോദ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് നിലപാടെടുക്കാം. വിശ്വാസികളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു നിലപാട് അല്ലെങ്കിൽ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് എന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പറയുകയും ചെയ്യാം. ഏതായാലും VS സർക്കാരിന്റെ കാലത്തെ നിലപാട് ആവർത്തിക്കുകയാണ് ഈ സത്യവാങ്മൂലത്തിലൂടെ ചെയ്തിരിക്കുന്നത്.